നമസ്കാരം. മുങ്ങിച്ചാകാൻ തുടങ്ങുമ്പോൾ കച്ചിത്തുരുമ്പ് കിട്ടുക എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. അതായത് മുങ്ങിച്ചാകാൻ തുടങ്ങുമ്പോൾ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാലും രക്ഷപ്പെടാനായി അതിൽ കയറി പിടിക്കുന്നതിനെയാണ് ഈ ഒരു പഴഞ്ചൊല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെയാണ് ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ കാര്യവും. കഴിഞ്ഞ 10 വർഷങ്ങളായി കിരാതഭരണം കാഴ്ചവെച്ച പിണറായി സർക്കാർ 3ാം ടൈമിലും അധികാരത്തിൽ വരാം എന്നുള്ള വ്യാമോഹത്തോടെ ഇരിക്കുമ്പോൾ പല പ്രഹരങ്ങളും ഒന്നിനു മീതെ ഒന്നായി സർക്കാരിൻ്റെ തലയിലേക്കെത്തി. അതോടുകൂടി നടപ്പിലാക്കാൻ കഴിയാത്ത പല വാഗ്ദാനങ്ങളും വീണ്ടും കൊണ്ടുവന്നു. പക്ഷേ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അതോടുകൂടി ചില പൊടിക്കൈകളൊക്കെ വീണ്ടും സർക്കാർ പ്രയോഗിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. തീരുമാനം മാത്രമല്ല, സാധാരണ പിണറായി സർക്കാരിൻ്റെ തീരുമാനം മാത്രമാണ്. ഇതങ്ങനെയല്ല. തീരുമാനിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ഇത് ഉത്തരവാക്കി സർക്കാർ ഇത് പ്രാബല്യത്തിലാക്കുകയും ചെയ്തു. 2024 ഡിസംബർ 31 വരെയുള്ള നിയമലംഘനങ്ങൾക്കുള്ള പിഴ അടുത്ത മാസം 30-ന് മുമ്പ് അടച്ചാലാണ് ഈ ഇളവ് കിട്ടുന്നത്. 933 കോടിയോളം രൂപയാണ് സർക്കാരിന് പിഴയിനത്തിൽ കിട്ടാനുള്ളത്. ഇതിൻ്റെ പകുതിയോളം തുക ഇതിലൂടെ ലഭിക്കുമെന്നാണ്, അതായത് ഈ ഒരു ഇളവ് കൊടുക്കുന്നതിലൂടെ ലഭിക്കുമെന്നാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ. എന്തായാലും ഇതിൻ്റെ ഈ ഇളവ് ലഭിക്കുന്നതിനായി ഒരു പോർട്ടലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം. www.services.mvd.kerala.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. 2021 ശേഷം ഇനി ഇത് മാത്രമല്ല, വീണ്ടും ചില വാഗ്ദാനങ്ങൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. 2021 ശേഷം 60 വയസ്സ് തികഞ്ഞ 10,115 കൃഷിക്കാരെ ചെറുകിട നാമമാത്ര കർഷക പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2000 രൂപ വീതം അവർക്ക് പെൻഷൻ അനുവദിക്കും. ഇതിനായി 24,28 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. 2,225 കൃഷിക്കാരുടെ പെൻഷൻ അപേക്ഷകളിൽ ഉടൻ തീരുമാനമെടുക്കും. 2021 ഒക്ടോബർ മുതൽ പ്രകൃതിക്ഷോഭം മൂലം വിള നശിച്ചവർക്ക് സഹായം നൽകാൻ 76,68 ലക്ഷം രൂപ അനുവദിച്ചു. 1.5 ലക്ഷം കൃഷിക്കാർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും. വിള ഇൻഷുറൻസ് ഇനത്തിൽ 2024 ജൂൺ മുതൽ കുടിശ്ശികയുള്ള 43,19 ലക്ഷം രൂപയും അനുവദിക്കും. അപ്പോൾ ഇത്രയും കാലം ഇതൊന്നും നടപ്പിലാക്കാൻ പിണറായി സർക്കാരിന് തോന്നിയില്ല. പണമില്ലായിരുന്നു, കേന്ദ്രം പണം കൊടുക്കുന്നില്ല എന്നൊക്കെയായിരുന്നു സർക്കാരിൻ്റെ വാദം. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി തിരഞ്ഞെടുപ്പിന് ഇനി 10-25 ദിവസങ്ങളേ ഉള്ളൂ. അതോടുകൂടി മന്ത്രിസഭാ യോഗം കൂടുന്നു. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു. ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു, കർഷകരെ ആദരിക്കുന്നു, കർഷകർക്ക് പെൻഷൻ കൊടുക്കുന്നു. എന്തെല്ലാം തന്ത്രങ്ങളാണെന്ന് നോക്കുക. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1857 അധ്യാപക അധിക തസ്തികകൾ അനുവദിക്കും. 2025-2026 തസ്തിക നിർണയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു 1857 തസ്തികകൾ കൂടി അധികമായി സൃഷ്ടിക്കുന്നത്. സർക്കാർ സ്കൂളുകളിൽ 655 അധിക തസ്തികകളും എയ്ഡഡ് സ്കൂളുകളിൽ 1202 അധിക തസ്തികകളുമാണ് സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നത്. 2025 ഒക്ടോബർ 1 മുതൽ മുൻകാല പ്രാബല്യം നൽകുകയും ചെയ്യും. എന്നാൽ നേരത്തെ തസ്തിക നഷ്ടപ്പെട്ടു നിൽക്കുന്ന അധ്യാപകരെ ഇതിലേക്ക് പുനർവിന്യസിക്കുന്നതിനാൽ പുതിയ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയില്ല എന്ന് വെച്ചാൽ, അതായത് ഈ അധിക തസ്തിക സൃഷ്ടിച്ച് കുറച്ച് പേരെ അതിലേക്ക് നിയമിക്കുന്നതോടുകൂടി അർഹതപ്പെട്ട PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ട അർഹതപ്പെട്ടവർക്ക് അവർക്ക് ജോലി കിട്ടില്ല എന്നുള്ളതാണ്. കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളിൽ 152 പുതിയ തസ്തികകൾ സൃഷ്ടിക്കും. മെഡിക്കൽ ഓഫീസർ, നഴ്സിംഗ് ഓഫീസർ, ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2, ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തുടങ്ങിയ തസ്തികകളാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ മെഡിക്കൽ ആരോഗ്യരംഗത്തും വലിയ കോളിളക്കമാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിണറായി സർക്കാർ മിനിഞ്ഞാന്ന് തീരുമാനിച്ച മന്ത്രിസഭാ യോഗത്തിലൂടെ. അവിടെ ആവശ്യത്തിന് പാരസെറ്റാമോളെങ്കിലും വാങ്ങി വെച്ചാൽ മതി എന്നതാണ് ഇപ്പോൾ കേരളത്തിലെ ആശുപത്രികളുടെ അവസ്ഥ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കാരണം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന അവസാന നിമിഷത്തിൽ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കണക്കുകൂട്ടൽ. തിങ്കളാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത് എന്നായിരുന്നു ഈ സർക്കാർ കരുതിയിരുന്നത്. അതുകൊണ്ടാണ് ശനിയാഴ്ച ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയത് മന്ത്രിസഭാ യോഗത്തിൽ. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഞായറാഴ്ച തന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഇതോടുകൂടിയാണ് വീണ മന്ത്രി പോലും ഓടി നടന്ന് പാലം ഉദ്ഘാടനം ചെയ്തതൊക്കെ 1 മണിക്കൂർ മുമ്പ്. 4 മണിക്ക് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നു, 3 മണിക്ക് പാലം ഉദ്ഘാടനം ചെയ്യുന്നു, പണി പൂർത്തിയാകാത്ത പാലം ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇനി കിറ്റൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല, കിറ്റ് കൊടുക്കാൻ പണവുമില്ല. അതുകൊണ്ട് കോവിഡിൻ്റെ കാര്യമോ പ്രളയത്തിൻ്റെ കാര്യമോ ഒന്നും ഇനി പറയാൻ കഴിയില്ല, ഒന്നും പറയാൻ കഴിയില്ല. ആ അവസ്ഥയിലേക്ക് ഇനി ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നടത്തി കിട്ടുന്നത് ഊറ്റിയെടുക്കാം. ഉള്ള വോട്ട് 10 വോട്ടെങ്കിൽ 10 വോട്ട് വാങ്ങാം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ചിന്ത. അതാണ് ഈ അവസാന നിമിഷം ഇത്രയും നാളും ചെയ്യാതിരുന്ന കാര്യങ്ങൾ ഇത്രയും നാളും ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് പേര് ഈ കർഷകരൊക്കെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. അവർക്കൊക്കെ വിള നശിച്ചവർക്ക് പോലും
നഷ്ടപരിഹാരങ്ങൾ നൽകിയിട്ടില്ല. വന്യജീവികളുടെ ആക്രമണത്തിൽ മരിച്ചവർക്ക് പോലും എത്രയോ പേർ മരിച്ചു, അവർക്ക് പോലും കൃത്യസമയത്ത് നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ അവർക്ക് നഷ്ടപരിഹാര തുക കൂട്ടിക്കൊടുക്കുമെന്നാണ്. അതായത് ഇനി എങ്ങനെയെങ്കിലും ഒരു തവണയും കൂടെ എന്തെങ്കിലും പറഞ്ഞ് അധികാരത്തിൽ വരണം, ആരുടെയെങ്കിലും കാല് നക്കിയിട്ടായിരുന്നാലും ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്നാണ് പറയാതെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മൂന്നാം വട്ടം അധികാരത്തിൽ പിണറായി സർക്കാർ വരുമെന്നുള്ള കാര്യം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ചിന്തിക്കാനേ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം.